നമസ്കാരം. എൻ്റെ പേര് ഷിബു എസ് നായർ. സ്ഥലം കാഞ്ഞിരംകുളം. നമ്മുടെ കേരളത്തിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സാറിനാണ്. സർ, നിങ്ങൾ പ്രതിപക്ഷ നേതാവായി വന്ന ആ സമയം മുതൽ ഈ നിമിഷം വരെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കേരളത്തിലെ മുഖ്യമന്ത്രി ചെയ്തിട്ടുണ്ടോ? എടാ തളയോളി, കാഞ്ഞിരംകുളത്തുള്ള കുഞ്ഞുമക്കൾ ഇപ്പോൾ ഓരോ ദിവസവും മലയാള മനോരമ പത്രത്തിൽ കൂടെ നിന്നേക്ക് അങ്ങോട്ട് അറിയിക്കുകയാണ്. കാഞ്ഞോളം ബൈപ്പാസിൽ ഞങ്ങൾക്ക് സൗകര്യമൊരുക്കണം, അല്ലെങ്കിൽ ഞങ്ങളുടെ കാഞ്ഞോളം ചന്ത അവിടെ മാലിന്യം മാറ്റണം എന്നൊക്കെ പറഞ്ഞ് ഓരോ ദിവസവും മലയാള മനോരമ പത്രത്തിൽ കാഞ്ഞിരംകുളത്തുള്ള പൊന്നുമക്കൾ തള്ളയോളികളെ നിന്നെയൊക്കെ ഓർമ്മിപ്പിക്കുകയല്ലടാ ചെയ്യുന്നത്. ഇതിനെയും കാട്ടി തള്ളയോളികളെ നിനക്കൊക്കെ പോയി ചത്തൂടെടാ അഴുക്കത്തായോളികളെ. എടാ, നീ പ്രതിപക്ഷ നേതാവായിട്ട് വന്ന ആ സമയം മുതൽ ഈ നിമിഷം വരെ നീ തള്ളയോളി നീ പറഞ്ഞ ഒരു കാര്യം കേരളത്തിലെ മുഖ്യമന്ത്രി ചെയ്തിട്ടുണ്ടോ? കാര്യം എന്താ? അയാൾക്കറിയാം നീ കെട്ടതായോളിയാണ്, നീ വെറും വായിടുകാരനാണെന്ന്. എടാ തള്ളയോളി, കാഞ്ഞിരംകുളത്ത് കൊച്ചു കുട്ടികളാടാ നിന്നെയൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്, ഞങ്ങൾക്ക് സാർ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന്. ഇതിനെയും കാട്ടി നിനക്ക് പറ്റിയ പണിയെന്നറിയാമോ? കാഞ്ഞിരംകുളം പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു പോലീസ് സ്റ്റേഷനുണ്ട് കാഞ്ഞിരംകുളം സ്റ്റേഷനിൽ. ആ സ്റ്റേഷനിൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരും, സർക്കിളായാലും സബ് ഇൻസ്പെക്ടർ, എല്ലാവരും നല്ല ഓഫീസർമാരാണ് ഇപ്പോൾ ഇരിക്കുന്നത്, മുമ്പിരുന്നവരും. ആ സ്റ്റേഷനിൽ ഗോപാലേശ സാറെന്നും പറഞ്ഞൊരു നല്ലൊരു മനുഷ്യൻ, സുരേഷ് ഗോപിയെപ്പോലെ പൊക്കമുള്ള നല്ലൊരു ഓഫീസർ, ഒരു മനുഷ്യരെയും ദ്രോഹിക്കാതെ, ആരെയും സഹായിച്ചില്ലെങ്കിലും ദ്രോഹിക്കാത്തൊരു ഓഫീസർ. എടാ തള്ളയോളി വി.ഡി. സതീശ, നീ നേരെ കാഞ്ഞോളത്ത് പോയിട്ട് ആ ഓഫീസറില്ലേ ആ ഗോപാലേശ സാറെന്ന് പറഞ്ഞ ആ വലിയ മനുഷ്യൻ്റെ സാധനം എടുത്ത് വായിടണം. അതാണ് നിനക്ക് പറ്റിയ പണി. എന്നറിയാമോ? എടാ കെട്ടതായോളി, നീ പ്രതിപക്ഷ നേതാവായിട്ട് ഈ നിമിഷം വരെ നീ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി എന്താടാ തള്ളയോളി നീ ചെയ്തത്? എടാ തള്ളയോളി, എത്ര മാസത്തെ പെൻഷൻ പൈസ കൊടുക്കാനടാ അഴുക്ക തള്ളയോളി. എടാ തള്ളയോളി, നീ പ്രതിപക്ഷ നേതാവാടാ തള്ളയോളി. എടാ തള്ളയോളി, നീ പ്രതിപക്ഷ നേതാവായിരുന്നെങ്കിൽ ആ വിധവ പെൻഷൻ വാങ്ങിച്ചു കൊടുക്കൂലടാ അഴുക്ക തള്ളയോളി. എടാ കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാത്ത പാവപ്പെട്ടവർക്ക് വിധവ പെൻഷൻ 1200 വിധവ പെൻഷൻ വാങ്ങിച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത തള്ളയോളി. വെറും വായിടുകാരനല്ലടാ തള്ളയോളി നീ, വെറും അഴുക്കത്തായിട്ടാ. ആ മുമ്പിരുന്ന പ്രതിപക്ഷ നേതാവായിരുന്ന ആ രമേശ് ചെന്നിത്തലയാണെങ്കിൽ കോടതിയിലെങ്കിലും പോയി 2 ഓർഡറെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരുമായിരുന്നു അങ്ങേര്. തള്ളയോളി, നീ വെറും കെട്ടതായോളി. എടാ തള്ളയോളി, ഇന്ന് നിന്നേക്ക് അങ്ങോട്ട് ഞങ്ങൾ പറയുകയാണ്, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ചെയ്യണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. എടാ അഴുക്ക തള്ളയോളി. എടാ തള്ളയോളി, നീ കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നീ തീർത്തും വെറും പരാജിതനാണ്. കാരണം നീ വെറും കെട്ടതായോളിയാണ്. കൂടോത്രവും കുണ്ണയും കൂതി എല്ലാം കൊണ്ട് തള്ളയോളി. നിനക്ക് എങ്ങനെയെങ്കിലും ആ മുഖ്യമന്ത്രിയായിട്ടിരുന്നാൽ മതി. എടാ അഴുക്ക തള്ളയോളി. എടാ നാണം ഉണ്ടെങ്കിൽ തള്ളയോളി, നീ ഒരു തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ തള്ളയോളി ഇറങ്ങിപ്പോടാ തള്ളയോളി. എടാ എത്രയോ നല്ല നേതാക്കന്മാരുണ്ടാ കാഞ്ഞിരംകുളത്തേനെ, നല്ല നേതാക്കന്മാരുണ്ട്. എടാ അഴുക്കത്താളി ഇറങ്ങിപ്പോടാ തായോളി. അഴുക്ക കെട്ട കൂതിയും മോനെ. പാവപ്പെട്ട ഭർത്താവ് മരിച്ചുപോയ, ഭർത്താവ് ഉപേക്ഷിച്ചു പോയ പാവപ്പെട്ട അമ്മച്ചിമാരുടെ 1200 ഉലുവ. എടാ നിനക്ക് 1200 ഉലുവയെന്ന് പറഞ്ഞാൽ ഉലുവയാണ്, പക്ഷെ അവർക്ക് 1200 രൂപയെന്ന് പറഞ്ഞാൽ ആ 1200 രൂപയും കൊണ്ടാ തള്ളയോളി 1 മാസം 2 മാസം കഴിയണത്. അറിയാമോടാ അഴുക്ക തള്ളയോളി. ആ വിധവ പെൻഷൻ വാങ്ങിച്ചു കൊടുക്കാൻ ഗതിയില്ലാത്ത പ്രതിപക്ഷ നേതാവേടാ തള്ളയോളി. നിനക്ക് പറ്റിയ പണി കാഞ്ഞോളം പോലീസ് സ്റ്റേഷനിലെ ആ ഓഫീസറുടെ പോയി തിന്നണതാണ് ആ തള്ളയോളി. നിനക്ക് പറ്റിയ പണി അഴുക്ക കുതിമോനെ.